അപ്പോൾ തൃശ്ശൂർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ പൂന്ത് പുഴയ്ക്കുള്ള നമ്മുടെ നെസ്റ്റോ എന്ന സൂപ്പർ മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടർന്ന് നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളിന്ന് നെസ്റ്റോയിലാണ് കേട്ടോ, നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നെസ്റ്റോ ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ ഫാമിലി ആയിട്ട് അവിടെ പോയിട്ടില്ല. അപ്പോൾ മോള് പറഞ്ഞ് നമുക്ക് നെസ്റ്റോയിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ കുറച്ച് സാധനങ്ങളും മേടിക്കണമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ വൈകുന്നേരം ഒരു 8 മണി കഴിഞ്ഞതിന് ശേഷം ഞാനും വൈഫും പിള്ളേരും കൂടി ഇറങ്ങി നെസ്റ്റോയിൽ ചെന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നുണ്ട്. ഞായറാഴ്ച ആയിരുന്നു, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കയറി ചെന്ന് ഞങ്ങൾ ആദ്യം സൂപ്പർ മാർക്കറ്റിലേക്കാണ് ചെന്നത്. അപ്പോൾ അതിന് ശേഷം പറഞ്ഞു നമുക്ക് മുകളിലേക്ക് ഒന്ന് പോവാം, ഡ്രസ്സിൻ്റെ കൗണ്ടറിലേക്കൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുകളിൽ കയറി. ചെരുപ്പിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒരു എന്താ പറയുക, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ചെരുപ്പുകൾ തന്നെ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഷൂസ് ആയാലും എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഒന്ന് കയറി പോരാം, അതുപോലെ എന്തെങ്കിലും പച്ചക്കറി സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി, നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർ തൊട്ട് കാശുള്ള ആൾക്കാരുകൾ വരെ വന്ന് പോകുന്നൊരു ഷോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പലചരക്ക് സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പതുക്കെ ഇങ്ങനെ ഇറങ്ങി. ട്രോളി ഒരെണ്ണെടുത്തു. പതുക്കെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് ഫിഷിൻ്റെ അടുത്തേക്ക് വന്നു. ഫിഷൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെയാണ് കേട്ടോ അവിടെ നമ്മൾ അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിഷൊന്നും മേടിക്കണമായിരുന്നില്ല. എന്നിപ്പോൾ വീട്ടിൽ ഇത് വെച്ചിട്ടുണ്ട്, ഇറച്ചിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ പലചരക്കിൻ്റെ അടുത്ത് ചെയ്യാൻ നമ്മൾ തിരിച്ചു പോയി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ ലൂസായിട്ടുള്ള സംഭവങ്ങളാണ് ഇങ്ങനെ ബോക്സുകളിൽ വെച്ചിട്ടുള്ളത്. അത്യാവശ്യം ക്വാളിറ്റിയും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. കടല, ചെറുപയർ, അതൊക്കെ അത്യാവശ്യം 200 ഗ്രാം കൂടുതലായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങളതാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞങ്ങളത് മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രല്ല, പുട്ടുപൊടി, അങ്ങനെ സംഭവങ്ങളൊക്കെ നോക്കിയിരുന്നുണ്ട് ഞങ്ങൾ. പിന്നെ അതിന് ശേഷം എപ്പി എടുത്തു. പുട്ടുപൊടി അത്യാവശ്യം 5 കിലോൻ്റെ ആയിരുന്ന പുട്ടുപൊടിയൊക്കെ കേട്ടോ. അപ്പോൾ ഏതൊരു ബ്രാൻഡ് നെയിം പറഞ്ഞിരുന്നു അവിടെ. അപ്പോൾ അത് അവിടെ ഇല്ല. അപ്പോൾ അത് കാരണം പുട്ടുപൊടി എടുത്തില്ല. അതിനൊരു എപ്പി എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞങ്ങൾ അടിയിലേക്ക് ഇറങ്ങി. ഞങ്ങൾ പച്ചക്കറിയുടെ കൗണ്ടറിലേക്ക് എത്തിയിട്ടാണ്. അവിടേക്ക് എത്തിയപ്പോൾ എല്ലാ സാധനവും നല്ല ബൾക്കായിട്ടാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് ഞങ്ങൾ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറിയൊന്നും അങ്ങനെ ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ. പച്ചക്കറിക്ക് ഇന്നലെ ഞങ്ങൾ മാർക്കറ്റിൽ പോയായിരുന്നു, പച്ചക്കറിയൊന്നും മേടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ബില്ലടിക്കുന്നിടത്തേക്ക് എത്തി. കുറച്ച് ബേക്കറി ഐറ്റംസ് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബില്ലടിക്കുന്നിടത്ത് എത്തി. ബില്ല് അടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പേയ്മെൻറ്റൊക്കെ കൊടുത്ത് അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പിള്ളേർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അവർക്ക് കാലത്ത് കഴിക്കാനും സ്കൂൾ വിട്ട് വന്ന് കഴിക്കാനൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ലിഫ്റ്റിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ വൈഫ് രണ്ടാമത്തെ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ആ ട്രോളിയും തള്ളിക്കൊണ്ട് ഇറങ്ങി പോയി. അപ്പോൾ ഞാൻ 100 വട്ടം പറഞ്ഞതാണ് ഞങ്ങളുടെ അടുത്ത്, നമുക്ക് ലിഫ്റ്റിൽ കൂടെ പോകാമെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാറ് പാർക്ക് ചെയ്തോടത്ത് പതുക്കെ നടന്നു. അവിടെ ചെന്ന് ഞങ്ങൾ അത്യാവശ്യം തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇത്തിരി നേരം വൈകിന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടമായാലും എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തുന്നു.